നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ചില സ്റ്റോറികൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇന്ന് ചെയ്യുന്ന സ്റ്റോറി എന്താണ് എന്ന് സിന്ധു ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ കഥയാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും മനുഷ്യർ കാണുന്ന കഥ ചെയ്യണം. ഞാൻ പറയും അങ്ങനെയല്ല. നമുക്ക് ഒരു ദിവസം 1,00,000 പേര് കാണുന്നതോ ഒരാഴ്ച കൊണ്ട് 2,00,000 പേര് കാണുന്നതോ ഒന്നും അല്ല എനിക്കിഷ്ടം. സത്യം പറയുകയാണ്. അത് നമുക്ക് പൈസ കിട്ടും. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ, ആരാലും അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഓർക്കപ്പെടാതെ പോയ ഹതഭാഗ്യരെക്കുറിച്ച് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഞാനിപ്പോൾ JAR ആനന്ദ് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്തല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്റ്റില്ല് പോലും കിട്ടാനില്ല. പക്ഷേ അദ്ദേഹം നിലത്ത് പായയിൽ മരിച്ചു കിടക്കുന്നതിൻ്റെ സ്റ്റില്ലൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ആ പ്രോഗ്രാം വന്നതിൻ്റെ അന്ന് രാവിലെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ. അപ്പോൾ JAR ആനന്ദിന് 2 ഭാര്യമാരുണ്ടെന്ന് ഞാനത് പറഞ്ഞിരുന്നു. ഒരാൾ മദ്രാസിലും ഒരാൾ എറണാകുളത്തും. എറണാകുളത്തുള്ള ഭാര്യയുടെ മകളുടെ ഭർത്താവാണ് എന്നെ വിളിക്കുന്നത്. സാർ, എൻ്റെ ഭാര്യയുടെ ഉപ്പയാണ് JAR ആനന്ദ്. അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ പറയുന്ന ആ എപ്പിസോഡ് കണ്ടപ്പോൾ ഇങ്ങനെയുള്ളൊരു വീട്ടിൽ വന്നാണല്ലോ ഞാൻ വിവാഹം കഴിച്ചെന്ന് എനിക്ക് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ ആ യുവാവ് ഒരുപാട് നേരം സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു, JAR ആനന്ദ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ഉപ്പയുടെ ഏതെങ്കിലുമൊക്കെ ഫോട്ടോകളുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം. അയച്ചുതരാം സാർ, ഫോട്ടോ ഉണ്ട്. എനിക്കത് വലിയ സന്തോഷമായി. വൈകുന്നേരമായപ്പോൾ സിനിമാ മംഗളത്തിൽ വർക്ക് ചെയ്തിരുന്ന കോട്ടയത്തുകാരൻ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു പറയും. ചേട്ടാ, ഞാൻ സിനിമാ മംഗളത്തിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് സബിത ആനന്ദിൻ്റെ JAR ആനന്ദിൻ്റെ മകൾ സബിത ആനന്ദിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല ബന്ധമാണ് ചേട്ടാ. ആയിക്കോട്ടെ ചേട്ടാ, സബിത ചേച്ചി വിളിച്ചിട്ടെ ചേട്ടൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. കൊടുക്കട്ടെ? ഞാൻ കൊടുക്ക്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഉണരു പോലുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള നായിക, അല്ലെങ്കിൽ എന്താ പറയുക, നീലക്കുയിൽ മുതൽ മലയാള സിനിമയിൽ അഭിനയിച്ച JAR ആനന്ദിൻ്റെ മകൾ സബിത ആനന്ദ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കതൊരു അവാർഡ് കിട്ടിയതുപോലെ അഭിമാനത്തോടെയാണ് ഞാനത് കാണാറ്. ഞാൻ പറയാൻ വന്നത്, ഇതുപോലെ ആയിരുന്നു യേശുദാസിനെ കൊണ്ട് കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായി പാടിച്ച, ഞാൻ ഈ പടം നിർമ്മിക്കുമെങ്കിൽ നീ പാടിയിരിക്കും എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ അവസരം കൊടുത്ത രാമൻ നമ്പ്യത്ത് എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെക്കുറിച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിന്ധു എന്നോട് ചോദിച്ചു, കാരണം ഈ രാമൻ നമ്പ്യത്തിനൊക്കെ ആർക്കറിയാം, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ആർക്കത് കാണാൻ താല്പര്യം കാണും? ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു മാസം കൊണ്ട് 5,000 പേര് കണ്ടാൽ മതി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിപ്പോൾ 2 ലക്ഷം 2.5 ലക്ഷം എന്തോ ആയി കണ്ടിട്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ 75,000 1 ലക്ഷം പേര് കണ്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. രാമൻ നമ്പ്യത്തിനെ പോലെ സിനിമ കൊണ്ട് രക്തസാക്ഷിയാകേണ്ടി വന്നൊരു മനുഷ്യനെക്കുറിച്ച് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് പാടാൻ അവസരം കൊടുത്ത രാമൻ നമ്പ്യത്തിനെ തേടി അദ്ദേഹത്തിൻ്റെ കുഗ്രാമത്തിലുള്ള വീട്ടിൽ യേശുദാസ് ചെന്നല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ രാമൻ നമ്പ്യത്തിൻ്റെ ഒരു അനന്തരവൻ എന്നെ വിളിച്ചു. ഞാൻ രാമൻ നമ്പ്യത്തിൻ്റെ അനന്തരവനാണ്, എൻ്റെ അമ്മാവനാണ്. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പടങ്ങളുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 3-4 പടം അയച്ചു തന്നു. അതുപോലെ അദ്ദേഹം ജീവിച്ച നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലാണ് രാമൻ നമ്പ്യത്ത് ജീവിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഞാനിപ്പോൾ ആമുഖമായിട്ട് ഇത്രയും പറയാൻ കാര്യം, നനച്ചിരിക്കാത്തൊരു വാർത്ത എൻ്റെ മുന്നിലേക്ക് വന്നു. ജീവിതത്തിൻ്റെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കും. 90 വയസ്സായല്ലോ. അദ്ദേഹത്തിന് 3-4 നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കളുമായി പരസ്പരം അവർ മനസ്സുകൾ പങ്കുവയ്ക്കുമായിരുന്നു. ആ പങ്കുവയ്ക്കുന്നതിനിടയിൽ ഒരു കുടുംബത്തിനെ തന്നെ നശിപ്പിക്കുന്ന പോലെ എല്ലാം വിറ്റുപെറുക്കി, അല്ലെങ്കിൽ കടക്കാരെ കൊണ്ട് കടം വാങ്ങി കാശുകൊണ്ട് കാൽപ്പാടുകൾ എന്നുള്ള സിനിമ എടുക്കുകയും കൂടെ സഹകരിച്ചവരൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്യുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് പൈസ വാങ്ങി, അഭിമാനിയായ അദ്ദേഹം ആയതുകൊണ്ട്, ഒരാളായതുകൊണ്ട് അദ്ദേഹം പൈസയൊക്കെ കൊടുത്ത് വീടെല്ലാം വിറ്റ്
അവിടെ നിന്നാണല്ലോ ഇപ്പോൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് വന്നത്. അവിടെ വന്ന് അദ്ദേഹം വീണ്ടും ജീവിതം കരിപ്പിടിപ്പിച്ചു. അദ്ദേഹം വയലൊക്കെ പാട്ടത്തിനെടുത്ത് കണ്ടവരുടെ കൃഷിഭൂമിയൊക്കെ എടുത്ത് കൃഷി ചെയ്ത് നന്നായിട്ട് വേർത്ത് അദ്ദേഹം ആദായം ഉണ്ടാക്കി. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി. അവിടുത്തെ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചു. കുറേ ടെലിഫിലിമിൽ അഭിനയിച്ചു. എനിക്ക് ആരൊക്കെയോ ടെലിഫിലിമിൻ്റെ വിഷ്വലൊക്കെ അയച്ചു തന്നു. അങ്ങനെ 90-ാം വയസ്സിലാണ് ആ മനുഷ്യൻ മരിച്ചത്. എന്നെ ഇന്നലെ വിളിച്ച അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിലൊരാൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞ ആ പ്രോഗ്രാമിലെ നമ്പ്യത്തിൻ്റെ എല്ലാ കാര്യവും സത്യമാണ്, പക്ഷേ താങ്കൾ അറിയാതെ പോയ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞങ്ങൾക്ക് എന്ത് പറ്റി? 90-ാമത്തെ വയസ്സുകാരൻ. മക്കളും മരുമക്കളൊക്കെ ആകുമ്പോൾ മരുമക്കൾക്കൊക്കെ ഒരു ബാധ്യതയായി മാറും 90 വയസ്സെന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ അപ്പോഴും അദ്ദേഹം കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നു. അങ്ങനെ സഹിക്ക വയ്യാതെ ഈ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ, കാരണം എന്തിന് ഈ 90 വയസ്സിനും ജീവിക്കുന്നു, ഒരു ബാധ്യതയായിട്ട് വീട്ടുകാർക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹം സ്വാഭാവിക മരണമല്ല, 90-ാമത്തെ വയസ്സിൽ വീട്ടിലെ മുറിക്കകത്ത് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് എന്നുള്ള വാർത്ത ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സത്യമായിട്ടും മനസ്സ് വിങ്ങിപ്പോയി. അദ്ദേഹം എന്നോട് ചോദിച്ചത്, താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, രാമൻ നമ്പ്യത്തിനെ കാണാൻ ആ ഗ്രാമത്തിൽ വന്ന് കണ്ടതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആദ്യമായിട്ട് പാടാനൊരവസരം കൊടുത്ത ആ മനുഷ്യന് ജീവിതാവസാനം ഒന്നുമില്ലാതെ ജീവിക്കുന്നത് കണ്ടപ്പോൾ, ആ കൊച്ചു വീട് കണ്ടപ്പോഴെങ്കിലും താങ്കൾ വളരെ വലിയ കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആ യേശുദാസ് ഉണ്ടല്ലോ, പാട്ടുകാരൻ, അയാൾ ഒരു 10,000 രൂപ കൊടുത്തു കളത്തുന്നത്, ആ ദ്രോഹി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കേട്ടോ, അങ്ങനെയല്ല, അങ്ങനെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന അവസാന കാലഘട്ടത്തിൽ 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടിയ വിലയായിരുന്നു. ഈ 90-ാം വയസ്സിലും വയലിൽ അധ്വാനിച്ച് വാഴയ്ക്ക് വെള്ളം കോരി വാഴ നട്ട് അതിൻ്റെ കൊല മുറിച്ച് വിറ്റൊക്കെയാണ് അദ്ദേഹം ജീവിച്ചത്. ആദർശങ്ങൾ പ്രസംഗിക്കാനും കൊള്ളൂ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കണം. ആദർശങ്ങൾ പ്രസംഗിക്കാൻ മാത്രമേ കൊള്ളാവൂ അല്ലേ? ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ? ചിലർ നിധി കാക്കുന്ന ഭൂതം പോലെ എത്ര വന്നു കയറിയാലും, അല്ലെങ്കിൽ 0-ൽ നിന്നും തുടങ്ങിയ ഒരു കൂട്ടുകാരനായ ടാക്സി ഡ്രൈവറുടെ പൈസ വാങ്ങി 58 രൂപ എന്തോ വാങ്ങിയിട്ട് മദ്രാസിൽ പോയി ഒരു പ്രസ്ഥാനമായി വളർന്നെങ്കിലും എന്തുകൊണ്ടോ യേശുദാസ് എന്ന് പറഞ്ഞ മനുഷ്യന് പൈസയോടുള്ള ആർത്തി തീർന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ രാമൻ നമ്പ്യത്തിന് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ കൊടുത്താൽ യേശുദാസിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. കൊടുക്കില്ല, അത് കാര്യമാക്കണ്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് രാമൻ നമ്പ്യത്തിൻ്റെ ജീവിതം വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് പലവട്ടം യേശുദാസിനെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഫോർട്ട് കൊച്ചിയിലെ ചില സുഹൃത്തുക്കൾ വഴി രാമൻ നമ്പ്യത്തിൻ്റെ ഈ സുഹൃത്തുക്കൾ യേശുദാസിനോട് പറയാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. താങ്കളെ കൊണ്ട് ആദ്യമായിട്ട് പാടിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ച മനുഷ്യൻ, എല്ലാം വിറ്റുപെറുക്കി നശിച്ചു പോയ മനുഷ്യൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്ധ്യവയോധികനായി ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ആ അറിവ് ഞാൻ അറിഞ്ഞില്ല എന്ന് യേശുദാസിന് പറയാൻ പറ്റില്ല. അദ്ദേഹം അറിഞ്ഞിരുന്നു. എന്തായാലും കഷ്ടമായിപ്പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ആ വാർത്ത കേൾക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. 90-ാമത്തെ വയസ്സിൽ തൂങ്ങി മരിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. തൃത്തല്ലൊരു ഡ്രോയിങ് മാസ്റ്ററുണ്ട്, ചന്ദ്രസേന മാഷ്, ഉസ്മാൻ, ജോർജ് ആലപ്പാട്, ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ, 3-4 സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. PM കേരളീയൻ, UCK തങ്ങൾ, ഇങ്ങനെ കുറച്ച് പേര്. കണ്ടശാങ്കടവ് മാങ്ങാട്ടുകരയിൽ ഉണ്ണിമാവൻ്റെ ചായക്കടയിൽ രാമൻ നമ്പ്യത്ത് വന്നിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വന്നിരുന്നാണെന്ന് സിനിമയിലെ കഥകളൊക്കെ പറയാറ്. പറയുന്നതിനിടയിലൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ തലേ ദിവസം വൈകുന്നേരം അദ്ദേഹം വെട്ടിവെച്ച വാഴക്കുലകൾ മുറ്റത്തിരിക്കുന്നു. അപ്പോൾ വയലിൽ പോയി, പാടത്ത് പോയി വാഴയ്ക്കൊക്കെ വെള്ളമൊക്കെ കോരി പാകമായ കൊലയൊക്കെ മുറിച്ച് നാളെ വിൽക്കാനായിട്ട് മുറ്റത്ത് കൊണ്ടുവച്ച ശേഷം രാത്രിയുടെ ഏതോ അന്ത്യയാമത്തിലോ എപ്പോഴോ അദ്ദേഹത്തിന് തൂങ്ങി മരിക്കണം, ഇനി ജീവിതം വേണ്ട എന്ന് തോന്നണമെങ്കിൽ അന്ന് രാത്രി ആ വീട്ടിൽ എന്തെങ്കിലും നടന്നു കാണും. എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും സന്തോഷമായിട്ട് തൂങ്ങി മരിക്കാമെന്ന് ആരും വിചാരിക്കില്ല. പാടത്ത് പോയി പണിയെടുത്ത് അവിടുന്ന് വിളഞ്ഞ 2-3 കൊലകളും മുറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ രാവിലെ ചന്തയിൽ കൊടുത്ത് കാശ് വാങ്ങാനായിരിക്കുമല്ലോ. അതിനുശേഷം രാത്രി അദ്ദേഹം തൂങ്ങി മരിക്കണമെങ്കിൽ അദ്ദേഹത്തെ ആരോ മാനസികമായി പീഡിപ്പിച്ചിരിക്കാം അന്ന് രാത്രി. അതുകൊണ്ടായിരിക്കും 1 മുഴം കയറിൽ
കിടപ്പുമുറി കയറി തൂങ്ങി മരിച്ചത്. എന്തായാലും ആ വാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ കലർപ്പില്ലാത്ത കലാകാരന്, വന്ധ്യവയോധികനായ രാമൻ നമ്പ്യത്തിന് എന്താ പറയുക, അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമയിലുള്ളവർ ഇതൊക്കെ കേൾക്കണമെന്നേ. 1000, 1500 കോടി വാരി കൂട്ടിയിട്ട് 8ഉം 10ഉം ഫ്ലാറ്റുകൾ വാങ്ങി പൂട്ടിയിട്ടിട്ട് 15ഉം 20ഉം കാറുകൾ നിരത്തിയിട്ടിട്ട് ഇതൊന്നും പോരാത്തുണ്ട് കാശ് 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 എന്നുള്ള ആർത്തിയിൽ ജീവിക്കുമ്പോൾ രാമൻ നമ്പ്യത്തമാർ ജീവിതം നൽകി ഉണ്ടാക്കിയതാണ് സിനിമ എന്ന് ഓരോരുത്തരും ഓർക്കണം. ഈ സമ്പന്നന്മാർ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രസകരമായ ഒരു വിഷയമാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതിൻ്റെ ചില രസകരമായ കഥകളാണ് പറയുന്നത്. 1996 ഫിലിം ഫെസ്റ്റിവലിൻ്റെ തുടക്കം കേരളത്തിൽ നടക്കുന്നത്. 1988 കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടത്തുന്ന മേള ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. വലിയ വിജയമായിരുന്നു ആ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിനും ഒരു ഫിലിം ഫെസ്റ്റിവൽ വേണം എന്ന ചിന്ത ഉയരുകയും അങ്ങനെയാണ് 1996 IFFK ഉണ്ടാകുന്നത്. ഇന്ത്യൻ സിനിമയുടെ 100 വർഷം എന്ന ആശയത്തിൽ 100 സിനിമകൾ ഉൾക്കൊള്ളിച്ച് കോഴിക്കോട്ടാണ് ആദ്യത്തെ IFFK സംഘടിപ്പിച്ചത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDCക്കായിരുന്നു സംഘാടക ചുമതല. 2 വർഷം അവരത് നടത്തി. 1998 ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്നു. ചലച്ചിത്ര ഉത്സവവും അവാർഡും ചലച്ചിത്ര അക്കാദമിയുടെ കീഴിലായി. KSFDC മാറ്റി PRD എന്നൊക്കെ മാറ്റി. അക്കാലത്ത് IFFKയുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്തത് കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു, തിരുവനന്തപുരത്ത്. ഇപ്പോൾ ടാഗോർ തിയേറ്ററിലാണല്ലോ സ്ഥിരമായിട്ട്. അന്ന് തുടക്കകാലത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു IFFKയുടെ ഓഫീസ്. അന്ന് ഫെഫ്ക ഇല്ല, മാക്ട മാത്രമല്ലേ ഉള്ളൂ. സജീവമായ മാക്ട അംഗങ്ങളെല്ലാം ആ സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നടക്കുന്ന കാലമായിരുന്നു. ഫിലിം ഫെസ്റ്റിവലിൽ മാക്ടയ്ക്ക് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു അക്കാലത്ത്. KG ജോർജും ജോൺ പോളും അടക്കം മാക്ട മെമ്പർമാർക്ക് പാസ് അനുവദിക്കാനായി ആഴ്ചകളോളം കനകക്കുന്നിൽ മാക്ടയുടെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു, ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു. ഞാനും ഫുൾ ടൈം സജീവമായി നമ്മുടെ മാക്ടയിലെ ഓരോ അംഗങ്ങൾക്കും പാസ് എടുത്തു കൊടുക്കുന്നതിന് കൂടിയിരുന്നു. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജോർജ് സാറും ജോൺ പോളും ഒക്കെ എത്ര ആക്റ്റീവായിട്ട് നിന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ, നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആളല്ലേ, എല്ലാവരോടും തമാശ പറയുന്ന മനുഷ്യൻ. അദ്ദേഹം തൂവള്ള ജുബയും തൂവള്ള മുണ്ടും കൊടുത്ത് വലിയ കുപ്പികളിൽ വീട്ടിലുണ്ടാക്കിയ, മേടയിൽ ബംഗ്ലാവിലുണ്ടാക്കിയ മോരുമായിട്ട്, മാക്ട മെമ്പർമാർക്ക് കുടിക്കാനുള്ള മോരുമായിട്ട് 4-5 കുപ്പികൾ 2 കയ്യിലുമൊക്കെ അടുക്കി വരുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. IFFK തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർ മാത്രമേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ യൂട്യൂബും വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഫിലിമില്ലാത്ത ക്യാമറയല്ലേ ഇപ്പോൾ ഉള്ളത്, ആർക്കും ഫോട്ടോ എടുക്കാമല്ലോ. നല്ലൊരു 4K റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ അല്ല ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ നല്ല മനോഹരമായ ഫോട്ടോ എടുക്കാം. ഫെസ്റ്റിവലിൻ്റെ തന്നെ ഫോണിലെടുത്ത ഫോട്ടോകളുടെ പ്രദർശനമൊക്കെ നടക്കുന്നുണ്ടില്ലേ, എന്ത് രസകരമായ ഫോട്ടോകളാണ്. അപ്പോൾ ഈ IFFK തുടങ്ങുമ്പോൾ, ഈ 1998 തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ, എല്ലാ പത്രങ്ങൾക്കും പോലും ഇല്ല, പ്രധാനപ്പെട്ട ചില പത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർ, പിന്നെ ഉദ്ഘാടനവും സമാപനവും ലൈവായി കാണിച്ചിരുന്ന ദൂരദർശൻ്റെ ചാനൽ, ഇത്രയും ക്യാമറകളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. അന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലവുണ്ട്. കാരണം ഒരു റോൾ ഫിലിം വാങ്ങണമെങ്കിൽ 10-100 രൂപ വിലയില്ലേ. കാലം മാറി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയെ ജനകീയമാക്കി മാറ്റി. ആർക്കും ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാവുന്ന 4K റെസൊല്യൂഷനുള്ള ഫോണുകളടക്കം ഇവിടെ വന്നു. നമ്മളിവിടെ BPL കുറിച്ചും ഒക്കെ സംസാരിക്കും, പട്ടിണി ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷേ ഫിലിം ഫെസ്റ്റിവലിന് ചെന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷമൊക്കെ വിലയുള്ള ക്യാമറകൾ കൊണ്ട് എത്ര ആൺ പെൺ കുട്ടികൾ നടക്കുന്നു എന്നറിയാമോ ടാഗോർ തിയേറ്ററിൽ.
ഇത്രയും ക്യാമറ വാങ്ങാൻ ഇവർക്ക് എന്തിനാണ് ഇത്രയും ക്യാമറ വാങ്ങിയതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇവർ ഈ എടുക്കുന്ന ഫോട്ടോകൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ കാണുമായിരിക്കും. ലക്ഷങ്ങൾ ചെലവിടുന്ന ക്യാമറകൾ കൊണ്ട് നടക്കുന്നവർ നിരവധി. യൂട്യൂബ് ചാനലുകളാണെങ്കിൽ ആയിരക്കണക്കിനായി ഇപ്പോൾ. സ്വകാര്യ ചാനലുകളും ഇഷ്ടം പോലെയാണല്ലോ. ഉദ്ഘാടന സമാപന ദിവസങ്ങൾ മാത്രമല്ല, ഫെസ്റ്റിവൽ നടക്കുന്ന ഇടങ്ങളിലും, ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്ന ടാഗോർ തിയേറ്ററിലും വിലപിടിപ്പുള്ള ക്യാമറകളും തൂക്കി തലങ്ങും വിലങ്ങും നടക്കുന്ന നൂറുകണക്കിന് പേരെ കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. നമുക്കൊരു സ്വന്തമായൊരു ചാനൽ എടുത്തെങ്കിലും നമുക്ക് ക്യാമറയൊന്നുമില്ല, കാരണം ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ. ഇപ്പോഴും നമ്മൾ ന്യൂ ടി വിയിലല്ലേ ചെയ്യുന്നത്. ഇത് വില കൂടിയ ക്യാമറകളും അതിൻ്റെ കിറ്റുമൊക്കെ ആയിട്ട് താടിയും മുടിയൊക്കെ വളർത്തി ഒരു പ്രത്യേക ജെൻസിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇവർക്കൊന്നും പ്രൊഫഷണൽ അല്ല എന്ന് കാണും പറയാം. എല്ലാവരും അമച്ചറായിരിക്കാം. ക്യാമറകളുടെ സാന്നിധ്യം കൂടിയപ്പോൾ അതിൽ പതിയാനായി കറങ്ങി നടക്കുന്ന വിചിത്ര ജന്മങ്ങളുടെ ഒരു കൂടാരമായി മാറുന്നു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയാം. ചലച്ചിത്ര ഉത്സവം എന്നതിനെ അന്വർത്ഥമാക്കാനുള്ള തത്രപ്പാടിലാണോ ഡെലിഗേറ്റുകൾ എന്ന് തോന്നും വിധം ഉത്സവ ലഹരിയിൽ ആണും പെണ്ണും ലിംഗവ്യത്യാസമില്ലാതെ കറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന ഏറ്റവും വലിയ രംഗം. ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എനിക്കറിയില്ല. ഈ വേഷഭൂഷാദികളൊക്കെ ഇട്ട് നടന്നിട്ട് ഒരാഴ്ചത്തെ ഫിലിം ഫെസ്റ്റിവൽ കഴിയുമ്പോൾ ഈ അടുത്ത തവണത്തേക്ക് കാണാം എന്ന് പറഞ്ഞ് ഈ വടക്കുന്നാഥൻ യാത്ര പറഞ്ഞ് പിരിയും പോലെ ഇവരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോൾ വേറെ വേഷങ്ങളിലാണ്. ഞാൻ സ്ഥിരമായി അവിടെ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിൻ്റെ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ടാഗോർ തിയേറ്ററിൽ പോകാറുള്ളതുകൊണ്ട് എനിക്കറിയാം ചില മുഖങ്ങളെ ഞാൻ എല്ലാ വർഷവും കാണാറുണ്ട്. ഓരോ വർഷവും ഇട്ടിട്ട് വരുന്ന ഡ്രസ്സുകളും അവരുടെ മേക്കപ്പും അവരുടെ തലമുടിയിലെ ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടാൽ ബഹുരസമാണ്. ചിലപ്പോൾ തോന്നും, സത്യമായിട്ട് ഞാൻ തുറന്നു പറയാം, ഞാൻ ജനിച്ചത് ഒരു 30 വർഷം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കും ഈ പറയുന്ന ഈ വേഷഭൂഷാദികളൊക്കെ ഇട്ട് നടക്കുന്നവരെ അതുപോലെ തന്നെ ആസ്വദിച്ച് നടക്കാൻ പറ്റുമായിരുന്നിരിക്കാം. നമ്മുടെ പ്രായം കൊണ്ടായിരിക്കാം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഫെസ്റ്റിവൽ തുടങ്ങിയ കാലത്തൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ രാവിലെ വരുന്നത് ക്യാമറയും തൂക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് കേട്ടാൽ ഡെറിക് മാൽക്കം അടക്കമുള്ള ആരൊക്കെ ഫെസ്റ്റിവലിന് വന്നാലും NL ബാലകൃഷ്ണൻ അടക്കം ഒരുപാട് പേരെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു പടം എടുക്കും, ഒരു പടം എടുക്കുന്ന പറഞ്ഞാൽ അപ്പം എടുക്കും. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഗോപാലകൃഷ്ണൻ ക്യാമറയായിട്ട് വരാറില്ല. കാരണം സ്ഥിരമായി ഗോപാലകൃഷ്ണൻ ഫോട്ടോ എക്സിബിഷനുകൾ നടത്തുന്നതുകൊണ്ട്, ഫെസ്റ്റിവലിൽ എക്സിബിഷൻ നടത്തുന്ന ആളായതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പടം എടുക്കാൻ മറ്റുള്ളൊരു ക്യാമറയുമായി വരുന്നു എന്നുള്ളതാണ് രസം. അത് കഴിഞ്ഞ 5-6 ഫെസ്റ്റിവലായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. ഗോപാലകൃഷ്ണൻ ക്യാമറയും കൊണ്ട് വരാറില്ല, ക്യാമറ കൊണ്ടുവരാറേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തവണ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ണീസ് പാറശാല എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ. അദ്ദേഹം എടുത്ത ചില ചിത്രങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് ആരൊക്കെയോ ഇട്ടു. എല്ലാത്തിനും ഒരു ജീവൻ്റെ തുടിപ്പുള്ള ഫോട്ടോകൾ, രസകരമായ ഫോട്ടോകളാണ്. ഇപ്പോൾ അജോയ് ചന്ദ്രൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ, മറ്റേ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയായ അജോയ് ചന്ദ്രൻ്റെ 2 പടങ്ങൾ ഞാൻ ഉണ്ണീസ് പാറശാലയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ നല്ല രസമുള്ള 2 ഫോട്ടോ അജോയുടെ. ഞാൻ അജോയുടെ ഇത്രയും സൗന്ദര്യമുള്ള പടം കണ്ടിട്ടില്ല. അജോയി അറിയാതെ എടുത്തുകൊണ്ടായിരിക്കാം. അത് അങ്ങനെ ചില പടങ്ങൾ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഉണ്ണീസ് പാറശാലയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കി. 100 കണക്കിന് ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്റ്റില്ലുകളാണ് ഉണ്ണി എടുത്ത് കൂട്ടിയിരിക്കുന്നത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉത്സവ ലഹരി തോന്നിപ്പിക്കുന്ന ജീവനുള്ള ചിത്രങ്ങൾ. എൻ്റെ ഉണ്ണിയുടെ ഇതില്ല, ഫോൺ നമ്പറില്ല. പക്ഷേ ഗോപാലകൃഷ്ണനെയോ സ്ഥലത്തോട്ടത്തിനെയോ അതുപോലുള്ള ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ണിൻ്റെ നമ്പർ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ ഉണ്ണി നമ്പർ തപ്പാനൊന്നും പോയില്ല. ഉണ്ണിയോട് ചോദിക്കാതെ തന്നെ ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന പടങ്ങളിൽ ഭൂരിപക്ഷം പടവും ഉണ്ണി പാറശാല എടുത്തതാണ്. ആ ഫോട്ടോകളിൽ നിന്നാണ് ഇന്നത്തെ ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്യാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ എന്തിനാ വിളിക്കണേ? ഉണ്ണിയുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്റ്റില്ലുകൾ കണ്ടപ്പോൾ ഇത് വെച്ചൊരു എപ്പിസോഡ് ചെയ്യാമല്ലോ എന്ന് തോന്നി. കുറച്ചു കാലം സിനിമാ മംഗളത്തിന് ഫെസ്റ്റിവൽ കവർ ചെയ്യുന്ന ഉദ്യമം എനിക്കായിരുന്നു. ഫെസ്റ്റിവൽ കവർ ചെയ്യുക എന്നുള്ള ജോലി തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അന്ന് മധു വൈപ്പനായിരുന്നു സിനിമാ മംഗളത്തിൻ്റെ എഡിറ്റർ. അതിനകത്ത് തന്നെ എനിക്ക് മീഡിയ പാസ് കിട്ടുമായിരുന്നു. പ്രസ് എന്നെഴുതിയ പാസിൽ അഭിമാനപൂർവ്വം ഞാൻ നടക്കുമായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നുള്ള നമ്മുടെ ചാനൽ നടത്തുകയാണല്ലോ. 100% സിനിമ അധിഷ്ഠിതമായ വിഷയങ്ങളുമാണ് പറയുന്നത്. സാറ്റലൈറ്റ് ചാനൽ അല്ലാഞ്ഞിട്ട് പോലും
ദ ഫോർത്ത് എന്ന് പറയുന്ന ചാനലുകളടക്കം, യൂട്യൂബ് ചാനലുകൾക്കടക്കം കവർ ചെയ്യാനുള്ള മീഡിയ പാസ് അക്കാഡമി നൽകുന്നുമുണ്ട്. ന്യായമായും ലൈറ്റ്സ് ക്യാമറ ആക്ഷന് ഒരു മീഡിയ പാസ് വേണം, എനിക്കും ഒരു ഫോട്ടോഗ്രാഫർക്കും വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തരുമായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചതെന്നറിയാം, അജയ് ചന്ദ്രനെ കണ്ട അജയ് ചന്ദ്രൻ പറയും ഒരു അപേക്ഷ എഴുതി തരൂ എന്ന് പറയും. രഞ്ജിത്തിനെ കാണൂലേ, അല്ലെങ്കിൽ ലംബ പ്രേമനെ കണ്ടിട്ട് പ്രേമ എനിക്കൊരു മീഡിയ പാസ് വേണമല്ലോ എന്ന് ഒരു അപേക്ഷ തരൂ എന്ന് പറയും. പരിഗണിക്കാം എന്ന് പറയും. ചിലപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊണ്ടുവന്ന് രഞ്ജിത്തിനെ ഏൽപ്പിക്കും, അയാൾ കൊടുക്കണ്ട, അയാൾ എന്നെപ്പറ്റി തെറി പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തരില്ല. അങ്ങനെ നാണം കെടണ്ട എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഫിലിം ഫെസ്റ്റിവലിൽ അവരുടെ ഒരു ആളായിട്ട് നടക്കാൻ ഈ കൂട്ടരോടൊപ്പം നടക്കണ്ട എന്നുള്ളൊരു മടുപ്പ് മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഈ ഭരണസാരഥികളോട് പാസ് വാങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. IFFI അടക്കം ഇന്ത്യയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒന്നും നടക്കാത്ത, കാണാത്ത, എന്താ പറയുക, കോപ്പറേറ്റുകൾ കാണിക്കുന്ന ഒരു കൂട്ടർ IFFKയുടെ ഫിലിം ഫെസ്റ്റിവലിന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇപ്പോൾ ഗോവയിലൊക്കെ ചെന്നാൽ പാസ് ഐഡൻറ്റി കാർഡ് കാണിച്ചാൽ മാത്രമേ ഗേറ്റ് തുറന്നകത്തേക്ക് വിടൂ, അല്ലാതെ ടാഗോർ തിയേറ്ററിലെ പോലെ ആർക്കും കയറി പോകാവുന്നതല്ല. ഇപ്പം ഞാൻ IFFKയുടെ ഡെലിഗേറ്റ് അല്ലല്ലോ, എന്നോട് ആരും ചോദിക്കില്ല, ഞാൻ കയറി പോവല്ലേ. പക്ഷേ ഗോവയിൽ അങ്ങനെ നടക്കില്ല. പക്ഷെ ഇവിടെ IFFKയിൽ കഴിഞ്ഞ കുറേ കാലമായി കറങ്ങി നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാം. ഞാൻ അവരെ വിളിക്കുന്നത് ഫെസ്റ്റിവൽ കിളികളെന്നാണ്. കാരണം ഏതൊക്കെയോ ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്, ആണും പെണ്ണും, പല വേഷങ്ങൾ കെട്ടി, പല എന്താ പറയുക, ആഭരണങ്ങളൊക്കെ ഇട്ട് ജാട കാണിച്ച് ആ ടാഗോർ തിയേറ്ററിലെ മതിലിലൊക്കെ ഇരുന്ന് നേരം പോക്കുന്ന, അല്ലാതെ ഇവരാരും സിനിമ കാണാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മോളെ, നീ ഒരാഴ്ച തിരുവനന്തപുരത്ത് എവിടെ പോകണം, സിനിമ പഠിക്കാൻ പോകണോ അതോ കൂട്ടുകാരന്മാരായിട്ട് കറങ്ങാൻ നടക്കാനൊന്നും ആരും ചോദിക്കാറില്ല. സുപ്രീം കോടതി പോലും ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും ഒരു ഹോട്ടൽ മുറിയിൽ രണ്ടുപേരുടെയും ആധാർ കാർഡ് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും താമസിക്കാം, റെയ്ഡൊന്നും ഇല്ലല്ലോ. ഫെസ്റ്റിവലിൽ ഒരു കാലത്ത് ടാഗോർ തിയേറ്ററിൻ്റെ തെക്കുവശത്ത് ഒരു ഇരുണ്ട പ്രദേശമുണ്ട്, അതിൻ്റെ സൈഡിൽ, അവിടെ മുഴുവൻ ഈ ലഹരികൾ വലിക്കുന്നവരൊക്കെ ആയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കേരളത്തിലൊരു വിപ്ലവ നായികയുടെ മകളും ഒരു പത്രപ്രവർത്തകയുടെ മകളും കൂടി അവിടെ ഇരുന്ന് ലഹരി വലിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി. എവരോടല്ല, ഈ രണ്ടെണ്ണത്തിൻ്റെ തള്ളമാരോട്. പക്ഷെ ഇപ്പോൾ എന്തോ ആ ലഹരിയൊക്കെ പോയെന്ന് തോന്നുന്നു. അവിടെ എങ്ങും ആരുമില്ല. അല്ലെങ്കിൽ ടാഗോർ തിയേറ്ററിൻ്റെ തെക്കുവശം എന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മളതിൽ നടന്നു പോയാൽ നമ്മൾ കിക്കാവും, കാരണം ഈ പുകയടിച്ച് ആരും ചോദിക്കാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ അതൊക്കെ ക്ലീനായി. കാരണം എനിക്ക് തോന്നുന്നു ഈ ലഹരിയോടൊക്കെ വിട പറഞ്ഞു തുടങ്ങി എന്ന് തോന്നുന്നു ചെറുപ്പക്കാർ. എന്തായാലും ഈ കറങ്ങി നടക്കുന്ന ഫെസ്റ്റിവൽ കിളികളെ കാണുമ്പോൾ പെണ്ണാണായിട്ട് നടക്കുന്നു, ആണ് പെണ്ണായിട്ട് നടക്കുന്നു, എന്നൊക്കെ ഒരു പയ്യൻ സാരിയെ കൊടുത്ത് നടക്കുന്നു. എന്തൊരു തൊലിക്കെട്ടി വേണമെന്ന് ആലോചിച്ച്, അവനെ കൊണ്ട് നടക്കാൻ വേറെ 2 ആൺപിള്ളേർ. അതുപോലെ ഒരു പെണ്ണ്, നല്ല വെളുത്ത കാലൊക്കെ ഉള്ളൊരു പെണ്ണ്, ഒരു കാവി ലുങ്കി കൊടുത്തിട്ട് അത് മടത്തി കുത്തിയിരിക്കുന്നു. ചട്ടമ്പിമാർ മംഗലശ്ശേരി നീലാണ്ടനൊക്കെ കുത്തും പോലെ മടക്കി കുത്തി നടക്കുന്നു. ഉമിനീരിറക്കി വായി നോക്കിയുള്ള പയ്യന്മാർ അവിടെ മതിലൊക്കെ ഇരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ കാല്, അവൾക്കൊരു കൂസലുമില്ല, അവൾ ആണായിട്ട് നടക്കുക. ഇങ്ങനെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇത്രയും ക്യാമറകളും ഇത്രയും യൂട്യൂബ് ചാനലുകളും ഇത്രയും മീഡിയ ഈ സാറ്റലൈറ്റ് ചാനലുകളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ തല്ലിപ്പൊളിത്തരങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആലോചിക്ക്, ആണായിട്ടൊരു പെണ്ണ് നടക്കേണ്ട കാര്യമുണ്ട്. നല്ല താടിയൊക്കെ വളർത്തിയ പയ്യൻ സാരിയൊക്കെ കൊടുത്തു അവ നടക്കുന്നു, തെക്ക് വടക്കെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വെളുത്തു തുടുത്ത തടിച്ച കാലൊക്കെ ഉള്ളൊരു പെണ്ണ് മുണ്ട് മടത്തി കുത്തി കണ്ടോടാ എന്നുള്ള രീതിയിൽ നടക്കുന്നു ആണായിട്ട്. പ്രത്യേക തരത്തിലിടുന്ന എല്ലാ ജാക്കറ്റിൻ്റെയും ഒരു പെൺകുട്ടിയെ ഞാൻ അവിടെ കണ്ടതാണ്. അത് ഇടുന്ന ജാക്കറ്റിൻ്റെ എല്ലാ ഫ്രണ്ടിൽ മുൻവശം ഒരു പ്രത്യേക രീതിയിൽ വെട്ടിയാണ് തച്ചിരിക്കുന്നത്. ആ ടാഗോർ തിയേറ്ററിൽ സ്ഥിരം എല്ലാ ദിവസവും ഞാൻ കാണും. അവളെ മണത്ത് നടക്കുന്ന കുറേ ഫെസ്റ്റിവൽ ആൺകിളികൾ പർപ്പസായിട്ട് ജാക്കറ്റിൻ്റെ മുൻവശം വെട്ടി ഇട്ടതാണ്, ഈ ഫെസ്റ്റിവലിന് വരാൻ വേണ്ടി ഇട്ടതാണെന്നുള്ളതിന് ഉറപ്പാണ്. കാരണം അവൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇട്ടുകൊണ്ട് അമ്മയോടോ അച്ഛനോടൊപ്പം ഒരു കല്യാണത്തിനോ ഒരു ചടങ്ങിനും പോകാൻ പറ്റില്ല. എന്തായാലും ആ ജാക്കറ്റ് തുന്നിക്കൊടുത്ത മഹാനെ സമ്മതിക്കണം. വല്ല ഫാഷൻ ഡിസൈനർ പോലും തുന്നിക്കൊടുത്തതാണെന്ന് എനിക്കറിയണ്ട. ഇന്ന് ബ്രൗൺ ജാക്കറ്റാണ് ഇടുന്നതെങ്കിൽ നാളെ ബ്ലാക്ക്, മറ്റന്നാൾ മെറൂൺ, അതിൻ്റെ പിറ്റേന്ന് വൈറ്റ്, എല്ലാം വെട്ടി ഒരേ മോഡലിലാണ് തച്ചു കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഇടാൻ വേണ്ടി ആയിരിക്കാം. ദോഷം പറയരുത്, അവളെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. നല്ല രസമുള്ള മുഖമുള്ളൊരു പെൺകുട്ടിയാണ്. വെളുത്തിട്ടുമല്ല കറുത്തിട്ടുമല്ല, അല്ല അതിൻ്റെ ഇടയിലുള്ളൊരു നിറം. സാരി ആണെങ്കിൽ ഞൊറിയൊക്കെ വെച്ച് നല്ല മനോഹരമായി ഉടുക്കാൻ അറിയാവുന്ന പെൺകുട്ടി.
ഈ സുന്ദരിയെ കാണുമ്പോഴൊക്കെ എനിക്കൊരു സിനിമാ കഥ ഓർമ്മ വരും. പണ്ട് ഒരു ഹിന്ദി സിനിമ തിയേറ്ററിൽ വന്നു. തിയേറ്ററിൽ 80 ദിവസം കളിച്ചു. 80 ദിവസവും ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ കയറി കണ്ടു പടം. അങ്ങനെ 80-ാം ദിവസം ആഘോഷിച്ചപ്പോൾ ഇയാളെ സ്റ്റേജിൽ വിളിച്ചൊരു ഷീൽഡ് കൊടുത്തു. കാരണം 80 ദിവസത്തെയും ഷോ കണ്ട ആളെന്നുള്ള നിലയ്ക്കാണ് ഷീൽഡ് കൊടുത്തത്. അപ്പോൾ ഈ ഡോറിൽ ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന ആൾ രഹസ്യമായിട്ട് അവനോട് ചോദിച്ചു, നീ എന്തായി, അത്രയും നിനക്ക് ഇഷ്ടപ്പെട്ട പടമാണോ, 80 ദിവസം നീ കണ്ടല്ലോ എന്ന് വെച്ചപ്പോഴാണ് അവൻ സത്യം പറയുന്നത്. അതിലൊരു കുളിസീനുണ്ട്. ഒരു റെയിൽവേ പാലത്തിൻ്റെ അപ്പുറത്ത് പുഴയിൽ നിന്നാണ് കുളിക്കുന്നത്. അപ്പോൾ കുളിക്കാനായി ഡ്രസ്സുകളെല്ലാം ഊരി അവസാനത്തെ ഡ്രസ്സ് ഇങ്ങനെ ഊരാനായിട്ട് ഇങ്ങനെ അഴിച്ചു തുടങ്ങുമ്പോൾ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകും. ഒരു ട്രെയിൻ അങ്ങ് പാസ് ചെയ്ത് പോകും. പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ കാണുന്നത് ഈ സ്ത്രീ വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഈ 80 ദിവസം കണ്ട എന്തെന്ന് ചോദിച്ചാൽ അവൻ പറയാം, എന്നെങ്കിലും ഒരു ദിവസം ഇന്ത്യൻ റെയിൽവേ അല്ലേ ലേറ്റായി വരും, അന്ന് ഫുള്ളായിട്ട് ന്യൂഡായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചാണെന്ന് തിയേറ്ററിൽ വന്നതെന്ന് പറയുന്നൊരു കഥ. ഒരുപാട് പയ്യന്മാർ ഈ തേനീച്ചയിലെ റാണിയുടെ പുറകെ നടക്കും പോലെ നടക്കുന്നുണ്ട്. ഇവരാണ് സത്യം പറഞ്ഞാൽ ഫെസ്റ്റിവൽ കിളികൾ എന്ന് ഞാൻ വിളിക്കുന്നത്. ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ആർ ഗോപാലകൃഷ്ണൻ്റെ 2 ഫോട്ടോ പ്രദർശനങ്ങളുണ്ടായിരുന്നു. ഒന്ന് മൃണാൾ സെൻ്റെ 100 വയസ്സ് പ്രമാണിച്ച് 100 ചിത്രങ്ങൾ, മറ്റൊന്ന് എം ടി വാസുദേവൻ നായർക്കും മധുസാറിനും 90 വയസ്സ് തികഞ്ഞതിൻ്റെ പേരിൽ 90 ചിത്രങ്ങൾ. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായിരുന്നു അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ടാഗോർ തിയേറ്ററിലെ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിനെ സജീവമാക്കിയതിൽ ഈ ഫോട്ടോ എക്സിബിഷന് നല്ല പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേർ ആ ഫോട്ടോ എക്സിബിഷൻ കാണാനായിട്ട് ടാഗോർ തിയേറ്ററിൽ വന്നു. വർഷാവർഷം ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഫോട്ടോ എക്സിബിഷൻ അടക്കം ലക്ഷങ്ങൾ മുടക്കി നടത്തുന്നു. ഇക്കഴിഞ്ഞ കേരളീയത്തിൽ പോലും സാബു പ്രഭുതയുടെ ഫോട്ടോ എക്സിബിഷൻ അക്കാദമി നടത്തി. എക്സിബിഷൻ കഴിയുമ്പോൾ ഈ വിലപിടിപ്പുള്ള ഫോട്ടോകൾ കഴക്കൂട്ടത്തെ അക്കാദമിയുടെ ഓഫീസിൽ സൂക്ഷിച്ചു വയ്ക്കുന്നോ അതോ അവിടെ കൊണ്ടുവന്ന് മഴയത്ത് തള്ളുകയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമെങ്കിൽ ഭയങ്കര ദ്രോഹമാണ്. ഫോട്ടോ എക്സിബിഷൻ നടത്തുന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരിൽ നിന്നും ആ എക്സിബിഷനിലെ ഫോട്ടോകളുടെ കോപ്പി പെൻ ഡ്രൈവിലോ ഹാർഡ് ഡിസ്കിലോ കൂടി തരണമെന്ന് എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ വച്ചാൽ ഈ ഫോട്ടോകളെ കൊണ്ടുവന്ന് അവിടെ തള്ളി കളഞ്ഞാലും ഈ വിലപിടിപ്പുള്ള അപൂർവമായ ഫോട്ടോകൾ അക്കാദമിയുടെ സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അടുത്ത വർഷം മുതലെങ്കിലും ഫോട്ടോ എക്സിബിഷൻ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ദിനേശിനെ ഏൽപ്പിച്ചാൽ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഫോട്ടോ എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന മുഴുവൻ ഫോട്ടോകളുടെയും പെൻഡ്രൈവിലെ കോപ്പിയായിട്ടോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കായിട്ടോ തരണമെന്നും കൂടെ എഗ്രിമെൻറ്റ് വയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നണി ഗായിക മാധുരി അമ്മയെ കുറിച്ചൊരു പുസ്തകം ഫെസ്റ്റിവൽസ് വേദിയിൽ പ്രകാശനം ചെയ്തു. ഗാനമാധുരി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ബിനിൽ മലയിൽക്കട എന്ന പേരിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിരുന്ന അനിലും വിനോദും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത്. ഗാനമാധുരി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ പുസ്തക പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ കൃത്യസമയത്ത് ആ പുസ്തക പ്രകാശനം നടക്കുന്ന ടാഗോർ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുസ്തക പ്രകാശനം നടത്താനുള്ള വേദിയില്ല. ഓപ്പൺ ഫോറം നടക്കുന്നിടത്ത് ഏതോ വരട്ട് ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ ഓപ്പൺ ഫോറം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടില്ലായിരുന്നു, മണ്ണിട്ടാൽ നിലത്ത് പോകില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഏതൊരു കാലമായപ്പോൾ അങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന ഫെസ്റ്റിവൽ ചർച്ചകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുകയും വരട്ട് ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു സായിപ്പും ഇവിടുത്തെ ഒരു നാടൻ സായിപ്പും 2-3 പെണ്ണുങ്ങളും ഒക്കെ ഇരുന്ന് ചുമ്മാ വളവളവളാന്ന് കുറേ വാചകം അടിക്കും. ആരും കേൾക്കാനില്ലാത്ത ശുഷ്കമായ കാണികളെ നോക്കി സംസാരിക്കും. അപ്പോൾ ആ വരട്ട് ചർച്ച നടക്കുന്നതിനിടയിൽ ഒരു 5 മിനിറ്റ് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് കൊടുത്തില്ല. അക്കാദമിയുടെ പുസ്തകം അല്ലാത്തതിനാൽ 5 മിനിറ്റ് പോലും വേദി അനുവദിക്കാൻ പറ്റില്ലത്രേ എന്നാണ് ഏമാമാർ പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഒരു വലിയ ഏമാൻ്റെ പുസ്തകമായിരുന്നെങ്കിൽ ഈ ന്യായം അക്കാദമി പറയില്ല എന്നുള്ള കാര്യം 101% സത്യമാണ്. പടർ ഗോപാലകൃഷ്ണൻ എഴുതുന്ന ഒരു പുസ്തകമാണെങ്കിൽ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് ഓപ്പൺ ഫോറം നടക്കുന്നിടത്ത് 5 മിനിറ്റ് കൊടുക്കാതിരിക്കുമോ? 5 മണിക്കൂർ വേണമെങ്കിൽ കൊടുക്കുമല്ലോ. അവസാനം ഫോട്ടോ പ്രദർശനം നടക്കുന്നിടത്ത് വെച്ച് TP ശാസ്ത്രമംഗലം ആർ ഗോപാലകൃഷ്ണന് നൽകിയാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. പിറ്റേന്നത്തെ ഫെസ്റ്റിവൽ ബുള്ളറ്റിനിലെങ്കിലും ഈ പ്രകാശന വാർത്ത വന്നോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഫെസ്റ്റിവൽ ബുള്ളറ്റിനൊന്നും ഇപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സിനിമ അധിഷ്ഠിതമായൊരു പുസ്തകം പ്രകാശനം നടത്താൻ ഒരു 5 മിനിറ്റ് നൽകണം എന്നത് ന്യായമായൊരു കാര്യമാണ്. അത് അടൂരിൻ്റെ പുസ്തകമായാലും കൊച്ചിരാമൻ്റെ പുസ്തകമായാലും അക്കാദമി അനുവദിക്കണം എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഫെസ്റ്റിവലിൻ്റെ ഏതോ കമ്മിറ്റിയിൽ നമ്മുടെ ചന്ദ്രേട്ടൻ TV ചന്ദ്രൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം
IFFKയുടെ ബോർഡ് വെച്ച ഒരു ഇന്നോവ കാറിൽ തെക്കും വടക്കുമൊക്കെ പോണത് കണ്ടു. ഇടയ്ക്ക് ഞാൻ എവിടെയോ ഒരിടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടപ്പോൾ അടുത്ത് നമ്മൾ സമൃദ്ധമായ ചിരിയോടെടാ ഒരുപാട് കാലമായി നിന്നെ ജീവനോടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. എന്നാൽ എന്നെ വേണമെങ്കിൽ ഒന്ന് ചെറുതായി നോവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ, ഇന്ത്യ കണ്ട പ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അതുപോലെ നിർമ്മാതാക്കളിൽ പ്രശസ്തനായ സുരേഷ് കുമാർ, ഇവരൊക്കെ ഒരു അധികാരമൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടായിരിക്കാം ആരും ശ്രദ്ധിക്കപ്പെടാതെ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പ്രത്യേകിച്ചും അടൂർ നടക്കുന്ന കണ്ടപ്പോൾ. നേരെ മറിച്ച് അദ്ദേഹം അങ്ങനെ നിസ്സംഗത ബാധിച്ചതുപോലെ നടക്കുന്ന ആ കാഴ്ച, അദ്ദേഹം ഈ അക്കാഡമിയുടെ ചെയർമാനായിരുന്നെങ്കിൽ ആലോചിക്കും, ഒരു 25 എർത്തുകൾ പറയും നടക്കും. ഇപ്പം തന്നെ ഇന്ന് വന്ന വാർത്ത എന്താ? 29-ാം തീയതി ഗണേശൻ ആന്റണി രാജിവെച്ച ഒഴിവിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാകുമെന്നാണ്. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന, അല്ലെങ്കിൽ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയപ്പോൾ 25 എർത്തുകൾ പറന്നപ്പെട്ടു. അദ്ദേഹം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ എർത്തുകളെത്തി. അതാണ് ഈ ലോകം. കാരണം വിശ്വപ്രസിദ്ധ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ഫെസ്റ്റിവലിൻ്റെ സഞ്ചിയും തൂക്കി നടക്കുന്ന ഉണ്ണി പാറശാലയുടെ സ്റ്റില്ല് കണ്ടപ്പോൾ, അല്ലെങ്കിൽ സുരേഷ് കുമാർ ഏകനായിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ, ഇവരെയൊക്കെ ഒരു അരി എന്താ പറയുക തള്ളിക്കളഞ്ഞതുപോലെ തോന്നി. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരു കാലത്ത് മമ്മൂട്ടി അടക്കം, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ കാലത്ത് മമ്മൂട്ടി അടക്കം പ്രശസ്തരായ എല്ലാവരും വരുമായിരുന്നു. അതുപോലെ തന്നെ ഫെസ്റ്റിവലിൽ കാണിക്കുന്ന ഏതെങ്കിലും പടത്തിൽ ഇപ്പം മോഹൻലാൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഉണ്ടെങ്കിൽ അവരാ ഫംഗ്ഷനിൽ പങ്കെടുക്കുമായിരുന്നു. 28 വർഷം ആയപ്പോഴേക്കും എല്ലാവർക്കും മടുത്തും തോന്നും. ആകപ്പാടെ ഞാനവിടെ സിനിമാക്കാരെ കണ്ടത് വിനയ് ഫോർട്ടിനെ കണ്ടു, സന്തോഷ് കീഴാറ്റൂരിനെ കണ്ടു, സോന നായരെ കണ്ടു. ഇത്ര തന്നെ, ഈ 3 പേരെ കണ്ടുള്ളൂ സിനിമാക്കാരായിട്ട്. പിന്നെ പ്രകാശ് രാജ് വന്നതുകൊണ്ട് ഒരു ഓളം ഉണ്ടാക്കി എന്ന് പറയാം. കാരണം അദ്ദേഹം ടാഗോർ തിയേറ്ററിലൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോ എക്സിബിഷനൊക്കെ കണ്ട് പത്രക്കാർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയൊക്കെ കൊടുത്ത്, അതുപോലെ സമാപന വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ സ്ഥലം ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ ഇറക്കാത്ത നാടാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. അതും നല്ല രസമായിരുന്നു. ഒരുപാട് കയ്യടി കിട്ടി അദ്ദേഹത്തിന്. ഇത്രയൊക്കെയാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ എന്താ പറയുക ആകമൊത്തം ടോട്ടലായിട്ട് എനിക്ക് പറയാൻ തോന്നിയ കഥ. അത് ഈ ഉണ്ണി പറശ്ശാലയുടെ സ്റ്റില്ലുകൾ കണ്ടതുകൊണ്ടാണ്. എൻ്റെ വർത്തമാനമേ ഉള്ളെങ്കിലും ആ സമ്പന്നമായ ഫോട്ടോകൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രാമൻ നമ്പീത്തിനെ കുറിച്ച് ആമുഖമായി പറഞ്ഞ കാര്യമായാലും ശരി, ഈ ഫെസ്റ്റിവലിൽ പറഞ്ഞ ഫെസ്റ്റിവൽ കിളികളെക്കുറിച്ച് പറഞ്ഞതായാലും ശരി, അവരെ വേഷഭൂഷാദികളെക്കുറിച്ച് പറഞ്ഞതായാലും ശരി, അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ളവർ ഏകാഗിയായി നടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതായാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.